ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു ലൊക്കേഷൻ ഹണ്ടാണ്. നമ്മളൊരു സ്ഥലം തപ്പി പോവാ. കിട്ടുമെന്നറിയില്ല, ബട്ട് സ്റ്റിൽ നോക്കണം. അത് ഏകദേശം ഈ മലയുടെ ബാക്കിൽ അപ്പുറത്ത് എവിടെയൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മലയുടെ ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ സ്ഥലത്തോട്ട് പോണതിന് മുമ്പ് നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ തരാം നമ്മൾ എങ്ങോട്ടാണ് പോണേന്നുള്ള. അതിന് മുമ്പ് ഒരു കഥ പറയാം. നിങ്ങൾ B29 സൂപ്പർ ഫോർട്രസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല, ഞാനും ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ B29 സൂപ്പർ ഫോർട്രസ് നമുക്ക് നോക്കാം. B29 സൂപ്പർ ഫോർട്രസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബോംബർ പ്ലെയിൻ ആണത്. അത് പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഒരു 1980s ആ ഒരു ടൈമിനകത്ത് US മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ അത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിനകത്തും ഇവർ നല്ലോണം ഈ പ്ലെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കൊറിയ ആയിട്ടൊരു വാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്ലെയിൻ ഭയങ്കര B29 എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് പ്ലെയിൻ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു. നമ്മുടെ ഈ കാലത്തൊരു ഫൈറ്റർ ജെറ്റൊക്കെ പോലത്തെ ഇതായിരുന്നു. അതൊരു എന്താ പറയുക, 4 എൻജിൻ ഉള്ള ഒരു പ്ലെയിൻ ആയിരുന്നു. അതിന് 4 ഫാൻ ഉണ്ട്, 4 പ്രൊപ്പല്ലേഴ്സ് ഉണ്ട് അതിന്. അത് നല്ല സൈസ് ഉണ്ടായിരുന്നു. ആ കാലത്ത് നല്ല ബഡ്ജറ്റും ആയിരുന്നു ഈ ഒരു പ്ലെയിൻ നിർമ്മിക്കണമെങ്കിൽ. ഈ ബോംബർ പ്ലെയിൻ ഇത്രയും യുണീക്കായിട്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്നാലും മെയിനായിട്ട് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറന്ന് ബോംബിടും. ചെറിയ ബോംബൊന്നല്ല, അറ്റോമിക് ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ഇതെല്ലാം നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പറന്ന് അത് സ്പോട്ട് ചെയ്തിടും. മാത്രമല്ല ഫസ്റ്റ് അറ്റോമിക് ബോംബ് ഹിരോഷിമ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തേക്കുന്നത് ഈ പ്ലെയിനിൽ നിന്നാണ്. അപ്പം അങ്ങനത്തെ കുറേ ഉപയോഗങ്ങളുണ്ട്. 1948 നവംബർ 3 ഈ സംഭവം ഉണ്ടാവുന്നത്. അത് നമ്മുടെ B29 സൂപ്പർ ഫോർട്രസ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്, അതായത് എസെൻഷ്യൽ ഗുഡ്സും റേഷനും ഒക്കെ ആയിട്ട്, എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള റേഷനും ഒക്കെ ആയിട്ട് UK ഒരു ചെറിയ ആർമി ബേസിൽ നിന്ന് US മിലിറ്ററിയുടെ മറ്റൊരു വലിയ ആർമി ബേസിലേക്ക്, അതായത് നമ്മുടെ ബേർട്ടൺ വുഡ് എന്ന് പറഞ്ഞിട്ട് വാരിങ്ടണിനടുത്തുള്ള മറ്റൊരു ബേസിലോട്ട് സാധനങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അതെ, അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ റേഷനും സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഇംഗ്ലണ്ടിനകത്ത് തന്നെ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നുള്ളൊരു ഏരിയയുടെ മുകളിൽ കൂടെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ടേക്ക് ഓഫ്, ഈ ചെറിയ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് അല്ലേ, 30 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ ബേക്ക്ലോ എന്ന് പറയുന്നൊരു പൈക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മൗണ്ടൻസ് ആണ്. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പോലെ ചെറിയ ചെറിയ മൗണ്ടൻസ്. പക്ഷേ ഇതെല്ലാം ഒരു 600-700 ഫീറ്റ് അപ്പോൾ സീ ലെവൽ ഹൈറ്റിനകത്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടൈം കഴിഞ്ഞാൽ വെതർ നല്ല മിസ്റ്റും കോടയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് വെതറിന്റെ ഇഷ്യൂ ആണ്. പ്ലസ് അതായത് ഓൾറെഡി അവർക്കൊരു വെതറിന്റെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. പ്ലസ് അവരുടെ മീറ്ററിലുള്ള റീഡിങ്സ് വാസ് നോട്ട് കറക്റ്റ്. അതാണ് അവരുടെ ഓൾട്ടിറ്റ്യൂഡ് മീറ്റർ ഇഷ്യൂ ആയിരുന്നു. കാരണം അവർ നല്ല താഴ്ന്നാണ് പോയിക്കൊടുന്നത്. ഓൾമോസ്റ്റ് 2000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ്, അങ്ങനെ എന്തോ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ലെവലിന് ആ ഒരു ഇതിനകത്ത് പോയച്ചാൽ. മാത്രമല്ല ഈ ഒരു ഡിഫക്റ്റ് കാരണം അവരുടെ സഡൻലി ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും, അതായത് എൻജിൻ ഓവർ ഹീറ്റഡ് ആയി. അപ്പം എന്തായാലും പെട്ടെന്ന് പൈക്ക് കാണുമ്പോഴത്തേക്കും പാനിക് ആവുമല്ലോ. അങ്ങനെ മേ ബി ബ്രേക്ക് ചെയ്തപ്പോഴായിരിക്കാം എൻജിൻ ഓവർ ഹീറ്റ് ആയിട്ട് ഒരു എൻജിൻ തീ പിടിക്കാണ്ടായി. ഒരു ഫാൻ, ഒരു പ്രൊപ്പല്ലർ അടിച്ചുപോയി, ഫയറായിട്ട് അടിച്ചു പോയിട്ട് ഇവർ നേരെ ഈ ബ്ലേക്ക്ലോ എന്ന് പറയുന്ന ഈ മലയുടെ അപ്പുറത്തായിട്ടുള്ള ഒരു മലയുടെ അവിടെയായിട്ട് ഇവർ ക്രാഷായി, നേരെ ഇടിച്ച് ക്രാഷായിട്ട് 13 പേര്, 2 ആർമി ഓഫീസേഴ്സ് അടങ്ങുന്ന 13 പേരുടെ ക്രൂ സ്പോട്ട് ഡെഡ് ആയിരുന്നു. ക്യാപ്റ്റന്റെ പേര് ലണ്ടൻ ടാനർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ 13 പേര്, അതിനകത്ത് 2 മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും സ്പോട്ട് ഡെഡ്. മാത്രമല്ല ഈ പറയുന്ന റേഷൻസും ഗുഡ്സും പിന്നെ 7,000 പൗണ്ട്സ് ഓൾമോസ്റ്റ് ആ മിലിറ്ററി ഓഫീസേഴ്സിന്റെ പേ, ഈ US മിലിറ്ററി ഓഫീസേഴ്സിന്റെ പേ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം അന്നത്തെ സമയത്ത് 7,000 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മാൻ, ഇറ്റ്സ് ടു മച്ച് മണി. അപ്പോൾ അതെല്ലാം ഇതായി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാ പോണേന്നുള്ളത്. യെസ്, അതിന്റെ ഈ ക്രാഷ് ആയടുത്ത് ഈ B29 ബോംബർ പ്ലെയിന്റെ അവശിഷ്ടങ്ങളും
ഇപ്പോഴും ഉണ്ട് ഇത്രയും വർഷം. ഓവർ എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് അങ്ങനെ അത്ര പ്രൊട്ടക്റ്റഡ് ഒന്നും അല്ലാത്ത രീതിയിൽ ഇപ്പോഴും കിടക്കേണ്ടതാണ് നമ്മൾ അറിയുന്നത്. കാരണം അത്രയും പെടഞ്ഞു കയറി ആരും വന്ന് നശിപ്പിക്കൊന്നുമില്ല. പക്ഷെ ആൾക്കാര് ഇത് തേടി വന്ന് അവിടെ വന്ന് കുറച്ചു നേരം നിന്ന് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകും. അപ്പൊ ഇത്രയും നല്ലൊരു എന്താ പറയാ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫാക്ട് അവിടെ കിടന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ കാണാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ അത് തപ്പിയാണ് നമ്മൾ പോണത്. എന്തോരു വലുതായി വീഴുന്ന തരി തരിയായിട്ട്. ആ ഓ നല്ല വിഷയമായിട്ടുണ്ട്. നല്ല ഹെയിൽ സ്റ്റോമാ. വലിയ വലിയ കല്ല വീഴണ. കൈയൊക്കെ നല്ല വേദന. കല്ലുമഴ. ഓ ഷേ. അയ്യോ നല്ല മഴയല്ല, ഹെയിൽ സ്റ്റോം ആയിരുന്നു. ഈ വലിപ്പത്തില് കല്ല് പോലത്തെ സാധനമായിരുന്നു. വിഷയമായിരുന്നു. ഞങ്ങളിതേ ആ താഴത്തുനിന്നാണ് കയറി വന്നത്. മഴ അയക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല. കയറ്റം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമില്ലല്ലേ, എല്ലാവരും കയറാന്നുള്ള കയറ്റമാണ്. കണ്ടോ ഇങ്ങനത്തെ ട്രെയിലാണ്. മഴയാണെങ്കിൽ കയറി നിൽക്കാനും കൂടെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ വെതർ നോക്കിയിട്ട് വരിക, പിന്നെ പ്രോപ്പറായിട്ടുള്ള ജാക്കറ്റ്സ് എടുക്കുക. ആ ഒരു സൈഡ് തെളിഞ്ഞ് വരുന്നുണ്ട് ക്യാമറയ്ക്കകത്ത്. ഇതേ കണ്ടോ, ആ ഒരു സൈഡ് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ആ സൈഡിലോട്ടാണ് പോണത്. ഇങ്ങനെ കയറി ഇതിൻ്റെ അപ്പുറത്ത് എവിടെയായിട്ടാണ് ആ ക്രാഷ് സൈറ്റ് ഉള്ളത്. കണ്ടുപിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, നോക്കാം. നല്ല മഴയുണ്ട്, ഇതാണ് വിഷയം. നമുക്ക് കയറി നിൽക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. നോക്കാം മുകളിലെന്താ അവസ്ഥ എന്ന്. നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ ക്ലൗഡ്സ്. വന്നു. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തി. ബാക്കില് അടിപൊളി. നമുക്ക് അങ്ങറ്റത്ത് ഗ്ലോസോപ്പ് സിറ്റിയും മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ കാണാൻ പറ്റും. ബട്ട് ലുക്ക് അറൗണ്ട്. വേണ്ട ചളവ് ഇംഗ്ലീഷ്. ലുക്ക് അറൗണ്ട്. മുകളില് മഴയൊക്കെ പെയ്തേക്കുന്നുണ്ട്, ചെളിയായിട്ടിരിക്കുക മൊത്തം. അപ്പോൾ നോക്കി നടക്കണം നമ്മളപ്പോൾ. ഇനി നമ്മുടെ പരിപാടി ക്രാഷ് സൈറ്റ് തപ്പി കണ്ടുപിടിക്കുക. അത് ഏത് മലയിലാന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നടന്നു കയറി നോക്കണം. യെസ് ഗൈസ്, അപ്പോൾ ഡോക്ടേഴ്സ് ഗേറ്റ് ഇതിലാണ് കണക്ട് ചെയ്ത് വന്നത്. ഇതിൽ നേരെ ഡോക്ടേഴ്സ് ഗേറ്റ് വന്നിട്ട് ആ ട്രെയിൽ അങ്ങനെ പോകും. ഇത് സ്നേക്ക് പാസിൽ നിന്നുള്ള ഡെബിൾസ് ഡൈക്ക് എന്നുള്ള മറ്റൊരു ട്രെയിലാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഡോക്ടേഴ്സ് ഗേറ്റിൽ നിന്ന്
ക്രാഷ് സൈറ്റ് ഇങ്ങോട്ട് നേരെ പോയിട്ട് കുറച്ചും കൂടെ ദൂരം ചെല്ലുമ്പോഴാണ്. അപ്പൊ നമ്മള് ഇത് ഡെവിൾസ് ടൈക്ക് പിടിച്ച് അത് കണ്ടത് കുറച്ചേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മള് പീക്ക് ലോയിലേക്ക് അടുത്ത ക്രാഷ് സൈറ്റ് കാണാൻ പറ്റുമോ?